എല്ലാവർക്കും വന്ദനം. നമ്മൾ ക്രൈസ്തവ സമൂഹത്തിൽ ഈ തലമുറയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു പദം വീണ്ടും ജനിച്ചോ എന്നൊരു പദമാണ്. ഞാൻ എൻ്റെ പല വീഡിയോയിലൂടെ മെസ്സേജിലൂടെ ഒക്കെ ഇത് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് മനസ്സിലാക്കണം എന്തോ ഇതിൻ്റെ അർത്ഥം, എന്താണിത് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ ഞാൻ ഈ ഷോർട്ട് വീഡിയോയിലൂടെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. എന്തോ ഈ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞു. എപ്പോഴും വേദപുസ്തകം നമ്മൾ എടുക്കുമ്പം ഈ വേദപുസ്തകത്തിൻ്റെ അടിത്തറ, അതിൻ്റെ വിശ്വാസത്തിൻ്റെയും രക്ഷാമാർഗത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് ദൈവം അയച്ചതിൻ്റെയും ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒന്നാമത്തെ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ അതിനെ നമുക്ക് ആ ഒരു യാഥാർത്ഥ്യത്തെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഉൽപ്പത്തി മുതൽ എന്താണെന്ന് ഗ്രഹിക്കാൻ കഴിയാത്ത ഒരാൾക്ക് പുതിയ നിയമത്തിൻ്റെ പല കാര്യങ്ങളും മനസ്സിലാകാതെ പോകും. അതായത് ഒന്നാമത്തെ ഉടമ്പടി സിനായിൽ ആരംഭിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൽ അവസാനിക്കുകയും രണ്ടാമത്തെ ഉടമ്പടി കർത്താവായ യേശുവിൽ ആരംഭിച്ച് ഇന്നും എന്നേക്കുമായി തുടരുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ വീണ്ടും ജനനം എന്ന പദം യേശു ക്രിസ്തു ആകെ ഒരൊറ്റ സ്ഥലത്ത് മാത്രമാണ്, ഒരൊറ്റ സന്ദർഭത്തിൽ മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. അത് യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ ഒരു രാത്രിയിൽ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ഒരു ന്യായപ്രമാണത്തിൻ്റെ പ്രമാണിയായ മനുഷ്യൻ, അതായത് ദൈവത്തിൻ്റെ വചനം ഇസ്രായേലിനെ ഉപദേശിക്കുന്ന, ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരിക്കുന്ന ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു റബി മിശിഹായുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, നീ ദൈവത്തിങ്കിൽ നിന്ന് വന്നു എന്നതുകൊണ്ടാണ് ഈ അടയാളമൊക്കെ നിനക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത്. ക്രൈസ്റ്റ് അതിനെ ആ അപ്രിസിയേഷന് നോക്കിയിട്ട് താങ്ക് യു എന്നൊരു വാക്കിന് പറയുന്നതിന് പകരം കർത്താവ് പറഞ്ഞൊരു വാചകം, നീ വീണ്ടും ജനിക്കണം. അപ്പം വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുവാൻ കഴിയുകയില്ല. പിന്നെ താഴോട്ട് വായിക്കുമ്പോൾ ആത്മാവിനാലും വെള്ളത്താലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മളിത് കോമണായിട്ട് ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് പെന്റിക്കോസ്റ്റൽ ബ്രദറൻ ആളുകളുടെ ഇടയിൽ ഏറ്റവും അധികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് നിങ്ങൾ വീണ്ടും ജനിച്ചോ, നിങ്ങൾ വീണ്ടും ജനിച്ചോ. എനിക്കൊന്ന് ഈ കാത്തലിക് ഓർത്തഡോക്സ് മാർത്തോമായിസിൻ്റെ ഇടയിലൊന്നും ഇങ്ങനെ ഒരു പദം ആവർത്തിച്ച് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ വീണ്ടും ജനിച്ചാണോ, നിങ്ങൾ വീണ്ടും ജനിച്ചാണോ, വീണ്ടും ജനിച്ച നാള്, ആർ യു ബോൺ അഗെയിൻ, ഇങ്ങനെ ഒത്തിരി ഞാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ സത്യത്തിൽ. കാരണം നമ്മൾ എല്ലാം ഇത് പഠിക്കുന്നത് ഈ സമൂഹത്തിൽ നിന്നാണ്. പിന്നെ സ്വയമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീണ്ടും ജനിച്ചാണോ എന്ന് ചോദിക്കുന്ന ആള്, അതിന് ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട്. ആത്മാവിൽ ജനിക്കണം, വെള്ളത്തിൽ ജനിക്കണം, പരിശുദ്ധാത്മാവിൽ ജനിക്കണം, പച്ചവെള്ളത്തിൽ സ്നാനപ്പെടാം, ഇങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളുണ്ട്. പക്ഷേ നമ്മളിതിൻ്റെ കോണ്ടെക്സ്റ്റ് ഒന്ന് മനസ്സിലാക്കി നോക്കി. എന്തോ ഈ വീണ്ടും ജനത്തിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താ, ആരോടായി സംസാരിക്കുന്നത്? പഴയ നിയമത്തിൻ്റെ ഉപദേഷ്ടാവായിരിക്കുന്ന ഇസ്രായേലിൻ്റെ പ്രമാണിയായിരിക്കുന്ന നിക്കോദിമോസിനോടാണ് സംസാരിക്കുന്നത്. ക്രിസ്ത്യാനിയോടല്ല സംസാരിക്കുന്നത്, ഒരു വിജാതീയനോടല്ല സംസാരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജാതിയിൽപ്പെട്ട, ഒരു രാജ്യത്തിൽപ്പെട്ട, ഒരു നേഷനിൽപ്പെട്ട ആളിനോടല്ല സംസാരിക്കുന്നത്. ഇത് ഡയറക്റ്റായിട്ട് ഇസ്രായേലിലെ യഹൂദനോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ യഹൂദനോട് ഇത് സംസാരിക്കുമ്പോൾ യഹൂദൻ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മളതാണ് പഠിക്കേണ്ടത്. നമ്മൾ ഇന്ന് ഇത് വളരെ വൈകാരികമായിട്ട് പറയുന്നൊരു കാര്യമാണ്. എന്തോ ഞാൻ വീണ്ടും ജനിച്ച ആളാണ്, വീണ്ടും ജനിച്ച, നമ്മൾ പ്രത്യേകിച്ച് ഇത് കൂടുതൽ ഫണ്ണിയായിട്ട് കാണുന്നത് മാട്രിമോണിയൽ പരസ്യങ്ങളിലാണ്. വീണ്ടും ജനിച്ച സുറിയാനി പശ്ചാത്തലമുള്ള വീണ്ടും ജനിച്ച യുവാവ് വീണ്ടും ജനിച്ച യുവതിയിൽ നിന്ന് കല്യാണാലോചനകൾ. ശരി, ഇത് കോമൺ ആയിട്ടുള്ളൊരു അഡ്വർടൈസ്മെന്റ്. ഈ പറയുന്ന ആളും ഇത് പറയുന്ന ആൾക്കും, അല്ലെ ഇത് കേൾക്കുന്ന ആൾക്ക് ഇതൊരു ഒരു ഒരു നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് മാറി. വീണ്ടും ജനനം. വാസ്തവത്തിൽ ഇത് യേശു ക്രിസ്തു പബ്ലിക്കിൽ പ്രസംഗിച്ച മെസ്സേജ് അല്ല, ഇത് യഹൂദനോട് സംസാരിച്ച മെസ്സേജ്. അപ്പൊ എന്തായിരിക്കും അതിന്റെ അർത്ഥം? നമ്മളൊന്ന് ശാന്തമായിട്ട് ശ്രദ്ധിക്കാനായിട്ട് വളരെ വേഗത്തിൽ ഞാനങ്ങ് പറയും. ഈ ജൂവിൻ്റെ ഇടയിൽ, യഹൂദൻ്റെ ഇടയിൽ നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ മുഴുവൻ ഇവരുടെ പശ്ചാത്തലം കിടക്കുന്ന മുഴുവൻ പഴയ നിയമത്തിലാണ്. പഴയ നിയമത്തിൽ പ്രവാചക പുസ്തകങ്ങളെല്ലാം കിടക്കുക, രാജാക്കന്മാരുടെ പുസ്തകത്തിലൊക്കെ. ശലോമോന് ശേഷം
ഇസ്രായേൽ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. 10 ഗോത്രങ്ങളടങ്ങുന്ന ഇസ്രായേൽ ഗ്രഹവും 2 ഗോത്രം പ്ലസ് ലേവിയ പൗരോഹിത്യം കൂടെ ഒരുമിക്കുന്ന, പുരോഹിതന്മാരോട് ഒരുമിക്കുന്ന, ലേവിയ ഗോത്രങ്ങളോട് ഒരുമിക്കുന്ന യഹൂദ ഗ്രഹവും. യഹൂദ ഗ്രഹത്തിൻ്റെ തലസ്ഥാനം യെരുശലേമും ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ തലസ്ഥാനമായി ശമരിയായി മാറുകയാണ്. ഈ ശമര്യർ ബാലിനെ ആരാധിച്ച് പിൽക്കാലത്ത് അസീറിയ വന്നവരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അടിമകളായിട്ട് കൊണ്ടുപോയി. ദൈവത്തിൻ്റെ ജനത, ദൈവം വാക്തത്വ ഭൂമി, ഇത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വാക്തത്വ ഭൂമിയിൽ നിന്ന് ദൈവം അവർക്കാക്കിയിരിക്കുന്ന അവരുടെ വാക്തത്വ ലാൻഡിൽ നിന്ന് അവർ പുറത്തേക്ക് പോകുമ്പോൾ, ഈ പുറത്തേക്ക് വിടുന്നതിൻ്റെ പേര് ന്യായവിധി എന്ന്. യഥാർത്ഥത്തിൽ അവരുടെ ന്യായവിധി എന്ന് പറയുന്നത് ഇവരെ ദൈവം തൻ്റെ ലാൻഡിൽ നിന്ന് ഇവരെ അടിച്ച് പുറത്താക്കി കളയും എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ. ഇതാണ് ശിക്ഷാവിധി എന്ന് പറയുന്നത്. ബാബിലോൺകാർ പിടിച്ചുകൊണ്ട് പോകുന്നു, അസീറിയക്കാർ പിടിച്ചുകൊണ്ട് പോകുന്നു, മിസ്രീമർ പിടിച്ചുകൊണ്ട് പോകുന്നു, ആരാമ്യർ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. ഇതെല്ലാം ഇവർക്ക് കൊടുക്കുന്ന ന്യായവിധിയാണ്. അപ്പം ലാൻഡിൻ്റെ പുറത്താകുന്നതാണ് ഇവർക്ക് ശിക്ഷാവിധി. ഇങ്ങനെ ലാൻഡിൻ്റെ പുറത്ത് പോകുന്നതിന് മറ്റൊരു കാര്യം കൂടി പറയാറുണ്ട്, മരണം. നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവത്തെ കളഞ്ഞിട്ട് മറ്റ് അന്യദേവന്മാരെ സേവിച്ച് ഈ ദൈവം കൊടുത്ത വാക്തത്വ ഭൂമിയിൽ നിന്ന്, അവകാശ ഭൂമിയിൽ നിന്ന് പുറത്തു പോകുന്ന പഴയ നിയമത്തിലെ ആളുകളെ വിളിക്കുന്ന പേര് വേണം മരിച്ചവർ. അതുകൊണ്ടാണ് നമ്മൾ പഴയ നിയമത്തിൽ ഒരുപാട് സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ ഭൂമി മൃതന്മാരെ പ്രസവിക്കും, ഞാൻ നിങ്ങളെ കല്ലറയിൽ നിന്ന് തിരിച്ചു വിളിക്കും. ഇതെല്ലാം പുതിയ നിയമത്തിലെ ഉപദേശിമാർ വ്യാഖ്യാനിക്കുമ്പോൾ എന്തെന്നറിയാമോ? കാരണം പുതിയ നിയമത്തിൽ നമ്മുടെ എല്ലാം ചിന്ത, കല്ലറ എന്ന് പറയുന്നത് നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ശ്മശാനത്തിലെ കല്ലറയാണ്. അല്ലെങ്കിൽ ഭൂമി മൃതന്മാരെ പ്രസവിക്കുമെന്ന് പറയുമ്പോൾ ഉടനെ നമ്മുടെ വിചാരം മണ്ണിൽ കുഴിച്ചിട്ടവരെല്ലാം കൂടെ എഴുന്നേറ്റ് വരുമെന്ന്. കാരണം എന്തറിയുമോ, നമുക്ക് ഇന്ന് വരെ ഓൾഡ് കവനന്റ് എന്താണെന്നും മനസ്സിലായിട്ടില്ല. നമ്മൾ ഈ ചെങ്കടൽ രണ്ടാക്കാനും യോർദാനെ വിഭജിക്കാനും ഗിദെയോന്റെ യവത്തപ്പ് ഉരുട്ടാനും പിന്നെ ഏലിയാവിന്റെ പുതപ്പെടുത്ത് അടിക്കാനും ജനങ്ങളെ ഇട്ട് പിമ്പിരിയാക്കാൻ വേണ്ടി പഴയ നിയമത്തിലെ കുറേ സംഭവങ്ങൾ എടുത്ത് പറയുന്നതല്ലാതെ ഈ ഓൾഡ് കവനന്റിന്റെ ഭാഷ എന്താണെന്നും ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നും പഠിക്കാനും പഠിപ്പിക്കാനും ഒരു പെന്റിക്കോസ്റ്റൽ പാസ്റ്റർമാരും തയ്യാറായിട്ടില്ല. ഈ ജനങ്ങൾ ഇതിന് തയ്യാറല്ല. ജനങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ജനങ്ങൾക്ക് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. നമ്മുടെ പ്രസംഗങ്ങൾക്കകത്ത് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, കടഭാരം മാറുക, നല്ല ജോലി കിട്ടുക, പൈസ ഉണ്ടാക്കുക, കാശുണ്ടാക്കുക. അല്ലാതെ കർത്താവോ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനമോ സത്യമാർഗമോ ഇതൊന്നും ഇതിനകത്തൊന്നും ഈ തലമുറ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ അതുകൊണ്ടാണ് പലപ്പോഴും ഈ സഭകളൊക്കെ നോക്കി ഞാൻ പറയാറുണ്ട്, ഇത് കള്ളന്മാരുടെ ഗുഹയാണ്, ഇത് വാണിഭശാലയാണ്. ഞാൻ അതിലേക്ക് കയറിപ്പോല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് ന്യൂ കവനന്റ് പഠിപ്പിക്കുന്നു. അത് ഉപദേശിമാർക്ക് ഇത് അറിയത്തില്ല. കർഷത്ത് ബൈബിൾ എടുത്ത് വെച്ചുകൊണ്ട് കർത്താവ് എന്നെ ഏൽപ്പിച്ച വേലയാന്ന് പറഞ്ഞ് വായി വരുന്ന വർത്താനവും പറഞ്ഞ് കള്ളപ്രവചനവും പറഞ്ഞ് ജനത്തെ കബളിപ്പിക്കുന്ന ജോലി. ലോകത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പ് കബളിപ്പിക്കുന്ന ബിസിനസ് നടക്കുന്നത് ക്രൈസ്തവ ലോകത്താണ്. ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം അറിയുമ്പോൾ ഇതെന്തെങ്കിലും പറയുന്നവരെ മീഡിയയിൽ വന്ന് ചീത്ത വിളിക്കുക, ഫേസ്ബുക്കിൻ്റെ പുറകിൽ വന്നിട്ട് ഇൻബോക്സിൽ വന്നിട്ട് തന്തയ്ക്ക് വിളിക്കുക, വായി വരുന്നതൊക്കെ വിളിച്ചു പറയുക. അത് കൂടുതലും ബന്ധിക്കോസുകാരാണ്. കാരണം ഇവരുടെ ധാരണ ഇവർ ഭയങ്കര പെർഫെക്റ്റാണ്. കത്തോലിക്കരെ പോലെ അല്ല, ഞങ്ങൾ മാർത്തോമാ പോലെ ഞങ്ങൾ ഭയങ്കര തികഞ്ഞവരാണെന്നൊരു ധാരണ ഇവർക്കുണ്ട്. പക്ഷെ ഇവർ മഹാപൊട്ടന്മാരാണെന്നും ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം പൊട്ടത്തരമാണെന്നും ആളുകൾ പറയാൻ തുടങ്ങുമ്പം സഹിക്കാൻ പറ്റിയില്ല. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരെങ്കിലും വിവരമുള്ള ബോധവും പൊക്കണമൊക്കെ ഉള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ല ഞങ്ങളുടെ അപ്പൂപ്പൻ പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പം തന്നെ ഇറങ്ങി അങ്ങ് പോവുക, അല്ലെങ്കിൽ ഈ മീഡിയ കേൾക്കാതെ ഇരിക്കും. ശ്രദ്ധിക്കും. എന്തുവാ വീണ്ടും ജനം, അല്ലെങ്കിൽ എന്താണ് ഇങ്ങോട്ട് പറയാം, എന്താണ് മരണം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറഞ്ഞാൽ ശാരീരിക മരണത്തെക്കുറിച്ചല്ല. മരണം എന്ന് പറഞ്ഞാൽ ദൈവത്തെ കളഞ്ഞ് ബാലിനെ, ഇപ്പം നമ്മൾ ഹോശേയ പ്രവചനമൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാകും. ഹോശേയ പ്രവചനത്തിൽ എഫ്രീം എന്ന് പറയുന്ന അല്ലെങ്കിൽ ശമരിയരെ, ഇസ്രായേൽ ഗ്രഹത്തെ, ഇസ്രായേൽ എന്ന് പറയുന്ന ബാലിനെ ആരാധിച്ചു പോയ ഈ എഫ്രീം മരിച്ചുപോയി എന്ന് എഴുതിയേക്കുന്നു. ഇപ്പം മരിച്ചു പോകുമെന്ന് പറഞ്ഞ ഉടനെ ചത്ത് മണ്ണോട് ചേരുക എന്നുള്ളതല്ല. ദൈവത്തെ കളഞ്ഞിട്ട് അന്യദേവന്റെ പുറകെ പോകുന്നതിനെ വിശുദ്ധ ബൈബിൾ വിളിക്കുന്നവർ മരിച്ചു. അങ്ങനെയാണെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ നഷ്ടപ്പെട്ടു പോയ ആളിനെ തിരിച്ച് ദൈവം വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ പേരാണ്, അവകാശ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിനെ മടക്കി വരുത്തുന്നതിന്റെ പേരാണ് റിസറക്ഷൻ. ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ഹോശേയ പ്രവചനം 13-ാം അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്ന അതേ പദം എടുത്താണ് അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ മരണത്തെ ഉയർപ്പിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ റിസറക്ഷൻ, തിരിച്ചു വരിക, ഈ തിരികെ കൊണ്ടുവരുന്നതിന്റെ പേരാണ് റിസറക്ഷൻ. രണ്ടാമത്തെ പ്രധാന വിഷയം നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഇസ്രായേൽ മക്കള് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഞാൻ നേരത്തെ പറഞ്ഞു അകന്നുപോയി തിരികെ വരുന്നതിന്റെ പേരാണ് റിസറക്ഷൻ എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇവർ ഈ ലാൻഡിൽ
ഇരിക്കുന്ന കാലത്ത് ഈ ലാൻഡിൽ പുതിയ നിയമത്തിൽ നമ്മൾ എടുക്കുവാണെങ്കിൽ ക്രിസ്തുവിൽ എന്ന് പറയും. ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ വാഗ്ദത്ത ഭൂമിയിൽ എന്ന് പറയും. അപ്പോൾ വാഗ്ദത്ത ഭൂമിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിന്റെ ഭാഷ പറഞ്ഞാൽ ക്രിസ്തുവിൽ ഇരിക്കുക എന്ന്. അപ്പം ജനിക്കുക, വീണ്ടും ജനിക്കുക, ഉയർത്തെഴുന്നേൽക്കുക, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടോക്കിംഗ് അബൌട്ട് ദ ജോഗ്രഫി, അവരുടെ പൊസിഷനാണ്. അവർ ഓൾഡ് കവനന്റിൽ നിന്ന് അല്ലെങ്കിൽ അവരായിരുന്ന ചിതറിപ്പാർത്ത ജാതിയുടെ ഇടയിൽ നിന്ന് മടക്കി കൊണ്ടുവന്ന് ഇസ്രായേലിൽ പാർപ്പിക്കുമ്പോൾ ദൈവം അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഉയർത്തെഴുന്നേൽക്കുക. ഇതാണ് എസെക്കിയേൽ 37. എസെക്കിയേൽ 37 നിങ്ങൾ വായിച്ചു നോക്കണം. അസ്ഥി താഴ്വര കാണുന്നു. ഇതൊക്കെ നമ്മൾ ഇന്നും സഭയിൽ പ്രസംഗിക്കുന്നുണ്ട്. ഇവരെല്ലാം അസ്ഥി താഴ്വര. സത്യത്തിൽ അത് ഇസ്രായേൽ ഗ്രഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് കാരണം അതിൻ്റെ 14-ാം വാക്യത്തിൽ തന്നെ പറഞ്ഞു, ഞങ്ങൾ മരിച്ചുപോയി, ഞങ്ങളെല്ലാവരും ജീവനില്ലാത്തവരായിരിക്കുന്നു, ദൈവം പറഞ്ഞാൽ നിങ്ങളെ മടക്കി കൊണ്ടുവരും. യഥാർത്ഥത്തിൽ എസെക്കിയേൽ 37 പ്രൊഫസി നിവർത്തിയായത് പെന്തിക്കോസ്തിലെന്നാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം പഠിച്ചു നോക്കണം. ഈ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം എസെക്കിയേൽ 37-ാം അധ്യായത്തിന്റെ പ്രോഫസിയാണ്, അതിന്റെ ഫുൾഫിൽമെന്റ് ആണ്. അവരെ മടക്കി കൊണ്ടുവരും. അങ്ങനെയാണ് അവർ യേശു ക്രിസ്തുവിലൂടെ അവർ തിരികെ എവിടെ വരികയാണ്? ദൈവ വാഗ്ദത്ത ഭൂമിയിലേക്ക് എത്തുക, ക്രിസ്തുവിലേക്ക് എത്തുക. അതായത് പഴയ നിയമത്തിൽ അന്യദേശത്ത് പോയ ആള് സ്വദേശമായ വാഗ്ദത്ത ഭൂമിയിലേക്ക് വരുന്നതാണ് അവരുടെ ഉയർത്തെഴുന്നേൽപ്പെങ്കിൽ, പുതിയ നിയമത്തിൽ ഈ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ കിടന്ന ജനം, അക്ഷരികമായ വാഗ്ദത്ത ഭൂമിയിലിരുന്ന ജനത്തെ ക്രിസ്തു എന്ന അവകാശ ഭൂമിയിലേക്ക്, കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ അതുകൊണ്ട് പറഞ്ഞത് ക്രിസ്തു എന്ന അവകാശം ഇസ് എ പോർഷൻ എന്നായിരിക്കുന്ന പോർഷൻ. ക്രിസ്തു എന്ന അവകാശത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിന്റെ പേരാണ് റിസറക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ റിസറക്ഷന് വേറൊരു പ്രത്യേകമുണ്ട്. ഇത് ശ്രദ്ധിക്കണേ. റിസറക്ഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒന്നുകൂടെ കുറച്ചും കൂടെ ബാക്കി പറയാം. നിക്കോദിമോസിനോടാണ് സംസാരിക്കുന്നത്, നീ വീണ്ടും ജനിക്കണം. 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ 3:10 പറയുന്ന വാചകം എന്താണ്? ഇതൊക്കെ മനസ്സിലായി, ഇയാൾക്ക് ഒന്നും മനസ്സിലായില്ല. ഇയാൾ സംസാരം എല്ലാം കേട്ടിട്ട് അപ്പം ഇങ്ങനെ വട്ട് കളിച്ചിരിക്കുക. ഇതെന്താ പരിപാടി? ഇനി അമ്മയുടെ വയറ്റിൽ പോയിട്ട് ഇനിയും ജനിക്കണോ? കർത്താവ് പറഞ്ഞ നീ ജനിച്ചില്ലേ കാണത്തില്ലെന്ന് പറഞ്ഞു. ആകെപ്പാടെ ടെൻഷൻ. കാരണം ദൈവരാജ്യം ഈ യഹൂദന്റെ കയ്യിലായിരിക്കുന്നത്. യഹൂദ ദൈവരാജ്യത്തിലെ ജനത എന്ന് പറയുന്നത്. കാരണം ആ പദവി അവർക്ക് വന്നത് അബ്രഹാമിന്റെ മക്കളായിട്ട് പിറന്നതുകൊണ്ടാണ്. നമ്മുടെ മറ്റൊരു ഭാഷ പറഞ്ഞ ജഡത്തിന്റെ ഇഷ്ടത്താൽ, രക്തത്താലും ജഡത്താലും പുരുഷന്റെ ഇഷ്ടത്താലും ജനിച്ചതുകൊണ്ട്. അപ്പം അക്ഷരികമായി അബ്രഹാമിന്റെ മക്കളായതുകൊണ്ട് മാത്രമാണ് യഹൂദന്മാർക്ക് ദൈവത്തിന്റെ രാജ്യത്തിന്റെ ആളുകളാകാനായിട്ട് ഭാഗ്യം കിട്ടിയത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓൾഡ് കവനന്റിലെ നേച്ചർ ഓഫ് ദ കിങ്ഡം പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ന്യൂ കവനന്റിലെ കിങ്ഡം നേച്ചർ എന്ന് മനസ്സിലാകൂ. ഓൾഡ് കവനന്റ് നേച്ചറിൽ ഞാൻ ഇച്ചിരി കൂടെ ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോയിട്ട് പറയാം. ഓൾഡ് ടെസ്റ്റമെന്റ് കിങ്ഡത്തിന്റെ പ്രത്യേകത, അത് വളരുന്നത് മാരേജ് റിലേഷൻഷിപ്പിലാണ്, കല്യാണം കഴിക്കുന്നത്. അപ്പം യഹൂദന്മാരുടെ വിവാഹത്തിൽ ജനിച്ചു വീഴുന്ന മക്കൾ, അതായിരുന്നു അവരുടെ കിങ്ഡം വർധനവിന് കാരണം. അതുകൊണ്ടാണ് നമ്പരാൻ പറഞ്ഞത് അംഗഹീനൻ, ഷണ്ണൻ, ചോറിയൻ, ഇങ്ങനെ കുറേ പേരുണ്ട്. അംഗപരിമിതിയുള്ള ആരും എൻ്റെ ആലയത്തിൽ വന്നേക്കരുതെന്ന് ദൈവം കർശനമായിട്ട് പറയാൻ കാരണം അവരെ കൊണ്ട് ഓൾഡ് ഗവൺമെന്റിൽ കിങ്ഡം സ്ഥാപിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ഓൾഡ് ഗവൺമെന്റ് കിങ്ഡം വളർന്നത് ജനറേഷണൽ ഗ്രോത്തിലാണ്, ബൈ ബർത്താണ്, ജനനം കൊണ്ടാണ് വളർന്നത്. അതുകൊണ്ടാണ് ന്യൂ കവനന്റ് ഓപ്പൺ ആക്കുമ്പോൾ, ഇതൊക്കെ വളരെ വിശാലമായ സബ്ജക്റ്റാണ്. ന്യൂ കവനന്റ് ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ യെശയ്യാവിന്റെ പ്രവചനം 50, 51, 52, 53 ഒക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ അത് ന്യൂ കവനന്റിന്റെ ഒരു ഭയങ്കര ആഴമായ വെളിപ്പാടുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇനി ഷണ്ണൻ താൻ ഒരു ഉണങ്ങിയ വൃക്ഷമെന്ന് പറയത്തില്ല. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ ദൈവം എന്തുകൊണ്ടായി ഷണ്ണന്റെ ചരിത്രം അവിടെ രേഖപ്പെടുത്താനുള്ള കാരണം, ഓൾഡ് ഗവൺമെന്റിൽ ഷണ്ണന് കിങ്ഡം ഓഫ് ഗോഡിൽ യാതൊരു പ്രസക്തിയില്ല. കാരണം ഷണ്ണനെ സംബന്ധിച്ച് ഒരു കുഞ്ഞിനെ ജനിപ്പിച്ച് ദൈവരാജ്യത്തിൽ ഒരു അംഗത്തെ കൊണ്ടുവരാനുള്ള കഴിവ് ഷണ്ണനില്ലായിരുന്നു. പക്ഷെ ന്യൂ കവനന്റ് വന്നപ്പോൾ ദൈവം പറഞ്ഞു, നമ്മൾ 54-ാമത്തെ യെശയ്യാ 54 പറഞ്ഞിട്ടുണ്ട്, മച്ചിയായവളെ പൊട്ടിഘോഷിക്കുക, ഏകാഗിയുടെ മക്കൾ ഭർത്താവുകളുടെ മക്കളെക്കാൾ അധികം എന്ന് പറഞ്ഞാൽ അർത്ഥം അത് ന്യൂ കവനന്റിന്റെ പ്രഘോഷണമാണ്. അപ്പം ഷണ്ണനെ ദൈവം നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ പറയാനുള്ള കാരണം, ഓൾഡ് കവനന്റിൽ അടച്ചു വെച്ച വാതിൽ ന്യൂ കവനന്റിൽ ദൈവം തുറന്നു കൊടുത്തിരിക്കുന്നു. ഇനി ഷണ്ണൻ താനൊരു ഉണങ്ങിയ വൃക്ഷം എന്ന് പറയത്തില്ല. കാരണം പുതിയ നിയമത്തിൽ ആളുകൾ ദൈവരാജ്യത്തിലേക്ക് വരാൻ പോകുന്നത് ചൈൽഡ് ബർത്തിലൂടെ അല്ല, മറിച്ച് ആത്മാവിന്റെ ജനനത്തിലൂടെയാണ്. പുരുഷന്റെ ഇഷ്ടത്താലല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിന്റെ ഇഷ്ടത്താലാണ്. അങ്ങനെയാണെങ്കിൽ ഷണ്ണനും ആയിരക്കണക്കിന് മക്കളെ ദൈവരാജ്യത്തിൽ ജനിപ്പിക്കാൻ പറ്റും.
അപ്പം മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞത്, അത് അക്ഷരികമായിരിക്കുന്നു, ഇത് ആത്മീയമായിട്ടിരിക്കുന്നു. അപ്പം ഒരു ആക്ഷരികമായ അനുഭവത്തിൽ ഷണ്ണൻ എന്ത് ചെയ്യുകയാണ്? പോയി സുവിശേഷം പറയുന്നു, സുവിശേഷത്താൽ അവർ വിശ്വസിക്കുന്നു, വിശ്വസിക്കുമ്പോൾ അവർക്ക് ദൈവപുത്രന്മാരാകാൻ അധികാരം കൊടുക്കുന്നു. അപ്പം ഷണ്ണനും ഇപ്പോൾ വെറും ഉണങ്ങിയ വൃക്ഷമല്ല, മറിച്ച് അവൻ ആരാണ്? ഷണ്ണൻ ഫലമുള്ള വൃക്ഷമായി മാറുകയാണ്. അപ്പം അതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഈ ആക്ട്സ് ഓഫ് അപ്പോസൽസ് എല്ലാം നമ്മൾ സത്യം പറഞ്ഞാൽ നന്നായിട്ട് പഠിക്കേണ്ട സമയം കഴിഞ്ഞു. നമ്മൾ ഈ ആക്ട്സ് ഓഫ് അപ്പോസൽസ് ഒക്കെ എടുത്ത് എന്ത് പഠിപ്പിക്കുന്നത്? അപ്പോസലന്റെ 1-ാം മിഷണറി യാത്ര, 2-ാം മിഷണറി യാത്ര, ചർച്ച് രൂപത്ത്, തേങ്ങാത്തോലി, മാങ്ങ. ഇത് ഞാൻ മടുത്ത് കേട്ടോ സത്യം പറയും. എന്തിനാ ഇത് എഴുതിയെന്ന് പോലും അറിയാത്ത വേദ പണ്ഡിതന്മാരായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി, ആത്മാവ് ഉണർവ്, പരിശുദ്ധാത്മാവിന്റെ ചലനം, എന്തിനാ പരിശുദ്ധാത്മാവ് വന്നതെന്ന് പോലും ഇവർക്ക് അറിയത്തില്ല. എന്തിനാ പരിശുദ്ധാത്മാവ് വന്നത്? പരിശുദ്ധാത്മാവ് പെന്തക്കോസ്തി വന്നതിന്റെ തെളിവ്. അന്യഭാഷ എന്തിനാ വന്നതെന്ന് അറിയാം? പഠിപ്പിച്ചിട്ടുണ്ടോ നമ്മൾ എന്തെങ്കിലും? അന്യഭാഷ എന്തിനാണ്? പഠിപ്പിക്കത്തില്ല. അപ്പൊ അപ്പോസ്തല പ്രവൃത്തിയുടെയൊക്കെ മഹത്വം ഞാൻ പറയുന്നത്, ഇതുപോലെ ഒരുപാട് ആയിരക്കണക്കിന് ആശയങ്ങൾ ഈ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് കിടപ്പുണ്ട്. സത്യം പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ, ചിതറിപ്പോയ, ഇല്ലാതായിപ്പോയ ഇസ്രായേലിന്റെ ഗ്രഹത്തെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്ന ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തി. അത് മനസ്സിലായി. അല്ലാതെ ചർച്ച് ഗ്രൂത്തും മിഷണറി പ്രവർത്തനവും അല്ലിത്. ഇത് ഈ പെന്റിക്കോസ്റ്റൽസ് ഇങ്ങോട്ട് വന്ന ശേഷം ഈ കണ്ണി കണ്ടതെല്ലാം ഇവാഞ്ചലൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തരികിട പരിപാടി ഈ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മിഷണറി യാത്ര, 2-ാം മിഷണറി യാത്ര, 3-ാമത്തെ മിഷണറി യാത്ര. എൻ്റെ സഹോദരന്മാർ, ഇതൊന്നും മിഷണറി യാത്ര പറയാനുള്ളതല്ലത്. ഇത് ചർച്ച് ഗ്രോത്തിന്റെ കഥ പറയാനുള്ളതല്ല. അപ്പോസ്തല പ്രവൃത്തിയുടെ ഓരോ അത്ഭുതങ്ങൾ നമുക്ക് ഈ അത്ഭുതമാണ്. തുള്ളുന്നതും മുടന്നം നടക്കുന്നതും പെന്തക്കോസ്തിൽ ആത്മാവ് വന്നതും ഇതെല്ലാം നമ്മളെ സമയത്തോളം എന്തോന്നും അറിയത്തില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് ഇസ്രായേലിന്റെ പുനഃസ്ഥാപനമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിത് പറയുമ്പം ഞാൻ എല്ലാവരോടും വിരോധിയാണെന്ന് വിചാരിക്കരുത്. ഞാൻ ഈ സത്യം പറയുമ്പോൾ അങ്ങനെ ആയി പോകുന്നേ. കാരണം എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ളത് പെന്തക്കോസ്റ്റൽസിന്റെ കയ്യിൽ ഈ സത്യം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, ഇല്ല എറിയാൻ അറിയാവുന്നതിന്റെ കയ്യിൽ കോല് കൊടുക്കണമെന്ന്. എറിയാൻ അറിയാവുന്നവരെ ഇവരുടെ കറക്റ്റ് കോല് കിട്ടിയാൽ ഇവർക്ക് എറിയാൻ പറ്റും. കറക്റ്റ് സത്യമുണ്ട്. ഇവർ ലോകം മൊത്തം പോയി പറഞ്ഞോളൂ. ഈ പൊട്ടത്തരം തന്നെ ലോകം മൊത്തം പറയുന്നത് ഇവർ ഭയങ്കര മിടുക്കനാണെങ്കിൽ യഥാർത്ഥ സത്യം ഈ ആളുകളുടെ കൈ കിട്ടിയാൽ ഇവര് കുറുക്കന്റെ വാലെ തീ പിടിച്ച കുറുക്കന്മാരെ പോലെ ആവൂര്. അത്ര പൊട്ടൻഷ്യലായി ജനത്തിന്. ഇവരെയാണ് ഈ ജനങ്ങളെ കളിപ്പിച്ച് ഈ പാസ്റ്റർമാർ കളിപ്പിച്ചിട്ടേക്കുന്നത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, തിരിച്ചു വരിക. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, അപ്പം പഴയ നിയമത്തിൽ ദൈവരാജ്യം വളർന്നുകൊണ്ടിരുന്നത് ബർത്തിലൂടെ, അബ്രഹാമിന്റെ മക്കളെന്ന ആ ഒരു കപ്പാസിറ്റിയിലാണ്, അല്ലെങ്കിൽ ആ ഒരു പദവിയിലാണ്. ന്യൂ ടെസ്റ്റമെന്റ് വന്നപ്പോൾ എന്തുവായി? വീണ്ടും ജനനം, അല്ലെങ്കിൽ ദൈവ ആത്മാവിൽ ജനിക്കുക എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തിൽ. അപ്പം എന്തായി വീണ്ടും ജനനം? ഞാൻ പറഞ്ഞു, ഒരു ലാൻഡിൽ നിന്ന്, വാഗ്ദത്ത ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് അവർക്ക് മരണമെങ്കിൽ, തിരികെ വരുന്നതാണ് അവർക്ക് ഉയർപ്പ്, അല്ലെങ്കിൽ ജീവനിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അവരുടെ സ്വദേശത്തേക്ക് മടങ്ങി വരിക. അതായത് ഈ ഓൾഡ് ടെസ്റ്റമെന്റ് എല്ലാം ദൈവം പ്രവാചകന്മാരെ അയച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ മടക്കി വരുത്തും, ഞാൻ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും, ഞാൻ നിങ്ങളെ അരിപ്പ കൊണ്ട് അരിച്ചു കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, ഇതെല്ലാം ഇസ്രായേലിനെ തിരിച്ചു കൊണ്ടുവരുന്ന റെസ്റ്റോർ ചെയ്യുന്നതിനെ കുറിച്ചുള്ള വാക്ക്. അപ്പോൾ അവർക്ക് ഉയർപ്പ്, അവരെ ജീവനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ഇത് കവനന്റൽ ടെർമിനോളജി, നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കവനന്റലിന്റെ ടെർമിനോളജി ഇത്. ഈ പദം ഒരു ഉടമ്പടിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണേ, ഈ വീണ്ടും ജനനത്തിന്റെ ഒരു മഹാസത്യം, ഒരു വലിയ ട്രൂത്ത് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. അത് മശീഹ കുറിച്ചുള്ള ഉയർപ്പിന്റെ മെസ്സേജുമായിട്ട് കമ്പയർ ചെയ്ത്, കർത്താവായ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ട് ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം മക്കൾക്ക് നേർത്തിരിച്ചിരിക്കുന്ന ക്രിസ്തു യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാണെന്നൊക്കെ പറയും പൗലോസിന്റെ ഒരു ഭയങ്കര തിയോളജിക്കലി ഡീപ്പ് മെസ്സേജാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആക്ട്സ് ചാപ്റ്റർ 13 എന്ന് പറയുന്ന ഒരു ഡീപ്പ് മെസ്സേജാണ്. ചുമ്മാ പ്ലെയിൻലി വായിച്ചു പോയി കഴിഞ്ഞാൽ ഒരു ജസ്റ്റ്, പക്ഷേ ഇറ്റ്സ് എ വെരി ഡീപ്പ് മെസ്സേജാണ്. അതിൽ താൻ പറയുന്നൊരു വാചകമുണ്ട്. അത് സങ്കീർത്തനം, 2-ാമത്തെ സങ്കീർത്തനം കോട്ട് ചെയ്ത് പറയുക. 2-ാം സങ്കീർത്തനം കോട്ട് ചെയ്ത് പറയുന്നത് എങ്ങനെയെന്ന് പറയുന്നത് അറിയുമ്പോൾ, ഇവൻ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ അവനെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പം മരിച്ചവരുടെ ഇടയിൽ നിന്ന് മശിഹാ തമ്പുരാൻ 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റതിനെ സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസ് 2-ാം സങ്കീർത്തനത്തിൽ നിന്ന് ആ വേർഡ് എടുത്തിട്ട് കോട്ട് ചെയ്തിട്ട് പറയാം, ഇവൻ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ അവനെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന വാഗ്ദത്തം, എന്ന വചനം ക്രിസ്തു യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ നിവൃത്തിയായി. കാരണം റിസറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവൻ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ അവനെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ റിസറക്ഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഉയർത്തെഴുന്നേൽപ്പെന്നാ. സോറി, റിസറക്ഷൻ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ശരി, ഉയർത്തെഴുന്നേൽപ്പ് തന്നെ. റിസറക്ഷൻ എന്ന വാക്കിനർത്ഥം വീണ്ടും ജനിക്കുകയാണ്. ഇവൻ എൻ്റെ പുത്രൻ, ഞാൻ അവനെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ മരിച്ചവരിൽ നിന്ന് തിരിച്ചു വരുന്നതിന്റെ പേരാ വീണ്ടും ജനനം. പിടികിട്ടിയോ? മരിച്ചവരിൽ നിന്ന് തിരിച്ചു വരുന്നതിന്റെ പേരാ വീണ്ടും ജനനം. അടുത്തൊരു ചോദ്യം, ഈ മരിച്ചവർ എന്ന് ബൈബിൾ വിളിച്ചേക്കുന്ന ആരെക്കുറിച്ച്?
ആരായി മരിച്ചവർ? ജാതികളാണോ? ഇന്ത്യക്കാരാണോ? ആഫ്രിക്കക്കാരാണോ? യൂറോപ്യൻസ് ആണോ? അല്ല. ഏത് വ്യക്തികളാണോ മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണത്തിൽ കിടന്നത് അവരെയാ മരിച്ചവരെന്ന് വിളിക്കുന്നു. മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണത്തിൽ കിടന്ന ഒറ്റ വിഭാഗമേ ഈ ഭൂമിയുടെ മുഖത്തുള്ളൂ, അത് യഹൂദന്മാരാ. അപ്പം മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണത്തിൽ കിടന്ന ഈ യഹൂദനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് ജീവന്റെ പ്രമാണത്തിൽ ജീവനിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിന്റെ പേരാണ് വീണ്ടും ജനനം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണിത്. എടാ നീ പ്രമാണം, നീ മരിച്ചവനാണ്, നീ മരിച്ചു കിടക്കുക. ഒന്നാമത് ഈ യഹൂദ ഗ്രഹവും ഇസ്രായേൽ ഗ്രഹവും എല്ലാം ദൈവത്തെ കളഞ്ഞു പോയവരാ. പുത്രൻ തമ്പുരാനെ കൊന്നു, കുരിശിച്ചു, എല്ലാ തിന്മയിലും പോയി ഇവരെ യേശുക്രിസ്തു മുഖാന്തരം പരിശുദ്ധാത്മാവിനെ തിരിച്ച് ദൈവപുത്രത്വത്തിലേക്ക്, അവനെ കൈക്കൊണ്ട് അവനെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളാകാൻ അധികാരം കൊടുക്കുന്ന ആ പദവിയിലേക്ക്, പുത്രത്വത്തിലേക്ക് കൊണ്ടുവന്നവർക്ക് ജീവനിലെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ വിശുദ്ധ ബൈബിൾ വിളിക്കുന്നത് ദാറ്റ് ഈസ് ബോൺ അഗെയിൻ. ഈ മെസ്സേജ് യഹൂദന്റെ മെസ്സേജാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, അയ്യോ അപ്പം നമ്മളൊരു വീണ്ടും ജനിക്കണ്ടേ? അതിന് നിങ്ങൾ ആദ്യം ജനിച്ചില്ലല്ലോ. നിങ്ങൾ ആപ്പാടെ നിങ്ങൾ കർത്താവിൽ ആദ്യമായിട്ടല്ലേ ജനിക്കുന്നത്? രണ്ടാമതാണോ ജനിക്കുന്നത്? നിങ്ങൾ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ചത്തുപോയ ആള്, ആത്മാവിൽ മരിച്ചു, കവനന്റൽ ഡെത്തായത്, ആ മരണം സംഭവിച്ച ആള് തിരിച്ചു വരിക, തിരിച്ച് കർത്താവിലേക്ക് ഉയർപ്പിലേക്ക് വരുമ്പോൾ വിശുദ്ധ ബൈബിൾ വന്നു, ഇവൻ എൻ്റെ പുത്രൻ, ഞാൻ അവനെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ജാതികൾക്ക് സത്യം പറയാം, ജാതികളെ കുറിച്ച് കർത്താവ് പറഞ്ഞേക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ. പൗലോസിന്റെ ഒക്കെ ആ മെസ്സേജ് ശ്രദ്ധിക്കണം. 13-ാം അധ്യായത്തിൽ ഹാർഡ് കോർ തിയോളജി പ്രസംഗിച്ചു. അതിനകത്ത് റൈച്ചസ്നെസ്സിന്റെ കാര്യം പറഞ്ഞു, നീതി, പിന്നെ റിസറക്ഷന്റെ കാര്യം പറഞ്ഞു, റെസ്റ്റോറേഷന്റെ കാര്യം പറഞ്ഞു. സോ മെനി തിങ്സ്. അതെ, സൂക്ഷ്മമായിട്ട് പഠിച്ചാൽ മതി. 14-ാം അധ്യായം വന്നപ്പം ഇവർ ഇക്കനോവിയിലെത്തി. അവിടെ ഭയങ്കര അത്ഭുതങ്ങൾ നടന്നു. മുടന്തൻ ചാടി എഴുന്നേറ്റു. ഒരു മുടന്തൻ ചാടി എഴുന്നേക്കുന്ന കണ്ടപ്പം അവിടുത്തെ ആളുകളെല്ലാം കുറച്ച് ഓടി വന്നു, ഇവൻ ഇന്ദ്രനാണ്, ഏതോ ദേവനാണെന്നൊക്കെ പറഞ്ഞിട്ട് ബലി അർപ്പിക്കാനായിട്ട് തുടങ്ങി. അപ്പം ബലി അർപ്പിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അപ്പോസ്തലന്മാരെന്ത് ചെയ്ത് സെൽഫി എടുക്കാൻ പോയെന്നല്ല, ഒരു വസ്ത്രം വലിച്ചു കീറി. എടാ, ദൈവത്തിന് കൊടുക്കേണ്ട പൊസിഷൻ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് വസ്ത്രങ്ങളെ കീറി ഓടി. അപ്പോസ്തലന്മാരുടെ പ്രത്യേകത അതാ കേട്ടോ. ആരെങ്കിലും തങ്ങളെ ഒന്ന് വാഴ്ത്താനോ പുകഴ്ത്താനോ തുടങ്ങിയാൽ പിന്നെ ഉടുപ്പ് വലിച്ചു കീറിക്കളവർ. തങ്ങളുടെ വസ്ത്രങ്ങളെ വലിച്ചു കീറി ഓടി വന്നിട്ട് പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെയൊക്കെ വിട്ടിട്ട്, വളരെ മനോഹരമായ ഒരു മെസ്സേജ് അത്, വ്യർത്ഥ കാര്യങ്ങളെ വിട്ടിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ളതൊക്കെയും സൃഷ്ടിച്ച ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞുകൊള്ളുവീൻ എന്ന സുവിശേഷം ഞങ്ങൾ നിങ്ങൾ അറിയിക്കുന്നു. എന്താ സുവിശേഷം? യേശു കാൽവറി മരിച്ചു, രക്തം ചിന്തി, വീണ്ടെടുപ്പ് നടന്നു. ഒന്നുമില്ല. നേഷൻസിനോട് പറഞ്ഞ ഒറ്റ ഗോസ്പൽ, ടേൺ ടു ദ ക്രിയേറ്റർ. ഉൽപ്പത്തിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പറയുകയാണ്, സൃഷ്ടാവാണ് ദൈവം തന്റെ ചായലും സ്വരൂപത്തിനും സൃഷ്ടിച്ച മനുഷ്യനെ ആ മഹത്വത്തിലേക്ക് ജനത്തെ തിരിച്ചു വിളിക്കുന്ന ഗോസ്പൽ. അതാ ഒരു ഞങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളണം എന്നൊരു സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അതാ സുവിശേഷം. ഇത് സത്യത്തിൽ ഇന്ന് നമ്മുടെ ഇടയിൽ ഓടുന്ന സുവിശേഷം യഹൂദന്മാരുടെ ഇടയിൽ ഓടിക്കൊണ്ടിരുന്ന കാലഹരണപ്പെട്ട ഒരു വണ്ടിയാണ്. എക്സ്പയർ ആയിപ്പോയ ഒരു മെസ്സേജാണ് ഇന്ന് ഓടുന്നത്. വീണ്ടും ജനിച്ചോ, വീണ്ടും ജനിച്ച വരൻ, വീണ്ടും ജനിച്ച വരത്തിയല്ലല്ല, വധു. വരൻ്റെ പേര് വരത്തി നായി. സോ ഇങ്ങനെയൊക്കെ നമ്മൾ ആളുകൾ ഇങ്ങനെ പറഞ്ഞ് അതൊരു വലിയൊരു കാറ്റഗറി ഓഫ് പീപ്പിളാണ്. ഞങ്ങൾ എന്താ ഒന്നുമല്ല സഹോദരങ്ങളെ, ഇതൊന്നുമല്ല. ഇത് ഡയറക്റ്റ്ലി, അതുകൊണ്ടാണ് തമ്പുരാൻ ഇത് പബ്ലിക്കിൽ എങ്ങും പ്രസംഗിച്ചിട്ടില്ല. എവിടെയെങ്കിലും കർത്താവായ യേശു ക്രിസ്തു വീണ്ടും ജനിക്കുന്നതിൻ്റെ കാര്യം പ്രസംഗിച്ചിട്ടുണ്ടോ പബ്ലിക്കിനോട്? അപ്പോസ്തലന്മാർ എവിടെയെങ്കിലും വീണ്ടും ജനിക്കുന്നതിൻ്റെ മെസ്സേജ് കൊടുത്തിട്ടുണ്ടോ? അപ്പോസ്തലനായ പൗലോസ്, പത്രോസൊക്കെ അത് എഴുതിയേക്കുന്നത് കെടുന്ന ബീജത്തല്ല, കെടാത്തതും വീണ്ടും നിലനിൽക്കുക, വചനത്താലത്രേ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സിമ്പിളായിട്ട് പറഞ്ഞിരിക്കുക. അതേസമയം പത്രോസ് മറ്റൊരു വാക്ക് പറയുന്നുണ്ട്, കർത്താവ് തന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ റിസറക്ഷന്റെ പാർട്ടാണത്. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ മറക്കല്, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് റിസറക്ഷൻ. ആ റിസറക്ഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ജനനം. അത് ക്രിസ്തുവിലാണ് സംഭവിച്ചത്. ക്രിസ്തുവിൽ സംഭവിച്ചപ്പോൾ അത് അവനിൽ വിശ്വസിക്കുന്നവർക്കും കൂടെ കണക്കിടുകയാണ്. അപ്പം ഇത് മനസ്സിലാക്കേണ്ട ട്രൂത്ത് ഇത് ജൂവിനോടാണ്. നമ്മളോടുള്ള മെസ്സേജ് എന്താണ്? നമ്മളോടുള്ള മെസ്സേജ് ടേൺ ടു ദ ക്രിയേറ്റർ. നിന്നെ എന്താണ് സൃഷ്ടിച്ചത്, എന്തിനാണ് സൃഷ്ടിച്ചത്, നിന്റെ സൃഷ്ടാവിലേക്ക് തിരിഞ്ഞുകൊള്ളുക. കാരണം നിന്നോട് ദൈവം തമ്പുരാൻ യാതൊരു നിയമപരമായ ബാധ്യതയില്ല. നിന്നെ നിയമക്കുരുക്കിലാക്കിയിട്ടില്ല, നിനക്ക് ഉടമ്പടി തന്നിട്ടില്ല, നിന്റെ അടുത്തേക്ക് പ്രവാചകന്മാരെ അയച്ചിട്ടില്ല, നിനക്ക് ദൈവം നിന്നോട് കവനന്റ് ചെയ്തിട്ടില്ല. അവൻ സകല സൃഷ്ടിയുടെയും ദൈവമാണ്.
പക്ഷെ ഒരു ജനതയ്ക്ക് മാത്രം അവൻ ഉടമ്പടി, അത് ആ ഉടമ്പടിയുടെ ജനമാണ് വീണ്ടും ജനിക്കേണ്ടത്, നമ്മളല്ല വീണ്ടും ജനിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഭയങ്കര വിഷമം കൊണ്ടുവരുന്നറിയാം. പെട്ടെന്ന് തന്നെ കേട്ട പാതി കേൾക്കാത്ത പാതി കാള പറ്റുമെന്ന് അറിയുമ്പോൾ കയറെടുക്കുന്ന പോലെ ചാപ്പ വീണ്ടും എൻ്റെ തലയിലോട്ട് കുത്തുമെന്ന് എനിക്കറിയാം. എങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് യു ആർ നോട്ട് എ ബോൺ എഗെയിൻ. ഞാനിങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവനെ അപ്പം കർത്താവിന് സിമ്പിൾ പറഞ്ഞിരുന്നു, അവനെ കൈക്കൊണ്ടവനെ നാമത്തെ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. നിങ്ങൾക്കറിയാം അതിൻ്റെ അർത്ഥം എന്തോന്നു? അവൻ്റെ നാമത്തെ വിശ്വസിക്കുക, യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിശ്വസിക്കുക, അവനെ കൈക്കൊള്ളുക. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നേരം ഞാൻ ഇതോടെ പറഞ്ഞു നിർത്തും. നമുക്ക് സിമ്പിളാണ്, നമ്മുടെ ഗോസ്പൽ വളരെ സിമ്പിളാണ്. ജീസസ് ക്രൈസ്റ്റ് എല്ലാവരുടെയും ദൈവം, ക്രിസ്ത്യാനിയുടെ ദൈവമൊന്നുമല്ല. ഇസ് എ ഗോഡ് ഓഫ് ഓൾ. എല്ലാത്തിൻ്റെയും ദൈവമാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. എന്തു ചെയ്യാം അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞു. നമ്മൾ ഈ പത്രോസിനോട് പത്രോസാണ് അപ്പോസ്തലന്മാരോട് കർത്താവ് ഒരിക്കലും ചോദ്യം ചോദിച്ചു. ഞാൻ അവിടെ കൂടെ ഒന്ന് പോവാം. അപ്പോസ്തലൻ കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു, മനുഷ്യപുത്രനെ കുറിച്ച് ജനങ്ങൾ എന്താ പറയും? അതായത് ജനങ്ങളുടെ ഇടയിൽ ഒരു അഭിപ്രായ സർവേ. എന്തുവാ ജനങ്ങളുടെ അപ്പോസ്തലന്മാർ യേശുവിനെ കുറിച്ച് പറഞ്ഞു, മനുഷ്യപുത്രനെ കുറിച്ച് പറഞ്ഞു എന്താന്ന് ചോദിച്ചു. അപ്പൊ അതിന് അപ്പോസ്തലന്മാർ പറഞ്ഞൊരു വാചകം, അത് ചിലർ ജെറമ്യാവ് എന്ന് പറയുന്നു, ചിലർ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു, മറ്റു ചിലർ മറ്റൊരു പ്രവാചകൻ എന്ന് പറയുന്നു. ആ ഒരു അഭിപ്രായത്തിൽ കർത്താവ് അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തനായില്ല. പക്ഷെ കർത്താവ് തിരിഞ്ഞ് തന്നെ ശിഷ്യന്മാർ നിങ്ങൾ എന്നെ കുറിച്ച് പറയും. സഡൻലി പീറ്റർ അതിന് മറുപടി കൊടുത്ത് എങ്ങനെയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ആ അഭിപ്രായം കർത്താവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവോ. ഇതവിടെ പറഞ്ഞു തീർന്ന ഉടനെ കർത്താവ് എന്നോട് മറുപടി കൊടുത്തത്, ബറിയോന ശിമോനെ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എന്റെ പിതാവ്. അതായത് ഞാൻ അത്യുന്നതനായ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് എന്ന ഈ അറിവ് നിനക്ക് ലഭിച്ചത് നിന്റെ കുലത്തിന്റെയോ നിന്റെ കുടുംബത്തിന്റെയോ മഹത്വം കൊണ്ടല്ല. ഞാൻ എന്റെ നാട്ടുഭാഷ പറഞ്ഞ ബെറിയോന ശീമോനെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, യോനയുടെ മകനായ ശീമോനെ. എന്റെ നാട്ടുഭാഷ, എന്റെ പൊന്നൂരിന്റെ ഭാഷ പറഞ്ഞ, എടാ ഞാൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് നിനക്ക് വെളിപ്പെടുത്തിയത് നിന്റെ തന്തയല്ല, എന്റെ തന്തയാണ്. ഞാൻ ആ പദം പറഞ്ഞ ഞങ്ങളുടെ നാട്ടുഭാഷ കേട്ടോ. അതാ പറഞ്ഞ മലയാളത്തിൽ അത് നമുക്കൊന്ന് എഴുതാമെങ്കിൽ ഇങ്ങനെ എഴുതണത്, നിന്റെ തന്ത യോനയല്ല അത് വെളിപ്പെടുത്തിയത്, എന്റെ അപ്പൻ സ്വർഗത്തിലെ ജീവനുള്ള ദൈവത്തിന് എന്റെ അപ്പൻ അത് വെളിപ്പെടുത്തിയതാണ്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ ഒരൊറ്റ കാര്യം അങ്ങോട്ട് പറഞ്ഞപ്പോ അത് മറ്റൊരു പ്രധാന വിഷയമുണ്ട്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ കർത്താവ്, ഞാൻ എന്റെ ശവമണി, അടുത്ത നിമിഷം വാക്കാണ്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ ഈ പാറമേൽ ഏതായ പാറ. ഒത്തിരി പേര് പറയും അത് പത്രോസാ പാറ എന്ന് പറയുന്നത്. ഈ കത്തോലിക്കന്മാർ എങ്ങനെയാ ബൈബിൾ വായിക്കുന്നത് എനിക്കറിയത്തില്ല. പത്രോസ് അല്ല പാറ, ഈ പാറമേൽ. അപ്പൊ ഇവിടെ ഈ പാറ എന്ന് പറയുമ്പോൾ ക്രിസ്തു ആണോ? അല്ല. അയ്യോ തെറ്റിദ്ധരിക്കല്ലേ, ക്രിസ്തു ആണോ? ക്രിസ്തു പാറ തന്നെയാണ്. പക്ഷെ ക്രിസ്തുവിനെ സംബന്ധിച്ച മറ്റൊരു റിയാലിറ്റിയാണ് അവിടെ പാറ. എന്തോ പാറ? ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് യേശു ക്രിസ്തു എന്നൊരു കൺഫ്യൂഷൻ നടത്തിയില്ലേ, ഒരു അറിവ് വന്നില്ലേ? അതാണ് റോക്ക്. ആ റോക്കിന്റെ പുറത്താണ് ചർച്ച് പണിതിരിക്കുക. അപ്പം ഈച്ച് ആൻഡ് എവറി പേഴ്സൺ സോസ് ഫോർ ഇൻ ദ ചർച്ച്. ആ ഫൗണ്ടേഷന്റെ പുറത്താണ് അവരുടെ ചർച്ചിന്റെ ഭാഗമായി മാറിയത്. എങ്ങനെ? ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സൺ ഓഫ് ഗോഡ്. അപ്പൊ യേശുവിനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എനിക്ക് അരക്കാൻ എന്ന് നീ പറയുമ്പോൾ നിനക്ക് എന്താ കിട്ടുന്നത്? ദൈവമക്കളാകാൻ അധികാരം. ഇതൊരു മനോഹര ഒരു വാക്യം നോക്കി. അതായത് when I confess and accept that Jesus Christ is the Son of God എന്ന് ഞാൻ പറയുമ്പോ എനിക്ക് കിട്ടുന്ന റിവാർഡ് എന്നറിയാമോ? യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന് നിനക്ക് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ താണ്ട് എനിക്കൊന്ന് നിനക്ക് ഓഫർ, നീയും ദൈവത്തിന്റെ മകനാണ്. ഇതാണ് സുവിശേഷം. സിമ്പിൾ. യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന് നീ പറഞ്ഞാൽ നിനക്ക് തിരിച്ചു കിട്ടുന്ന റിവാർഡ്, അങ്ങനെയാണെങ്കിൽ നീയും ദൈവത്തിന്റെ പുത്രനാണ്, നിനക്ക് ദൈവത്തിന്റെ പുത്രനാകാൻ അധികാരം ലഭിച്ചു. എങ്ങനെ കിട്ടി? യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്ന് കൺഫസ് ചെയ്തു. അതാണ് അടിത്തറ, അതാണ് ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷന്റെ പുറത്താണ് ചർച്ച ചെയ്യുന്നത്. കൺഫഷൻ ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സൺ ഓഫ് ഗോഡ്. നിസ്സാര വാക്കല്ല കേട്ടോ. യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ. അതിന്റെയൊക്കെ ആഴം എന്താണെന്ന് നിങ്ങൾ തന്നെ ബൈബിളിൽ പോയി നോക്കുക. അതെന്തുകൊണ്ടാണ് അതിന്റെ ട്രൂത്ത് അത്രയും പവർഫുൾ ആയത്? എന്താ അതിന്റെ സോളിഡ് ഫൗണ്ടേഷൻ ആയത്? ജീസസ് ഈസ് ദ സൺ ഓഫ് ഗോഡ്.
അതിന് ഞാൻ കുറെ കൂടെ വലിയ ഒത്തിരി ബാക്കി പോയി ഒരു കാര്യം പറഞ്ഞു. അടുത്ത വാക്ക് എനിക്ക് യേശുവാണ് ഇഷ്ടപ്പെട്ടത്. പറയും, ഞാൻ എന്റെ സഭയെ പണി പാതാള ഗോപുരം വരെ. ഇത് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയ്ക്കും നമ്മുടെ കാത്തിരിപ്പ് യോഗങ്ങൾക്കും നമ്മുടെ കൺവെൻഷൻ യോഗങ്ങൾക്കും ഒക്കെ ശക്തമായ നിലയിൽ പ്രസംഗിക്കുന്നു. പ്രത്യേകിച്ച് ഒരു അന്യമത കേന്ദ്രം കണ്ടാൽ, അന്യമത ആരാധന സ്ഥലം കണ്ടാൽ, ഏതെങ്കിലും മന്ത്രക്കൂട് കണ്ടാൽ, മന്ത്രവാദിയുടെ വീട് കണ്ടാൽ ഉടനെ നമ്മുടെ ഉദ്ദേശിച്ചവർ പറഞ്ഞു, ആ എന്റെ സമയം പണി പാതാള ഗോപുരം. കാരണം ഈ പാതാള ഗോപുരം കേൾക്കുമ്പോൾ നമ്മൾക്ക് വരുന്നത് അയൽവക്കക്കാരന്റെ ആരാധന സ്ഥലം, വിഗ്രഹങ്ങളെ ആരാധിക്കാം, അവൻ ദേവനെ ആരാധിക്കുന്ന സ്ഥലം. ഇത്രയൊക്കെയുള്ള എഡ്യൂക്കേഷൻ നമ്മുടെ ആളുകൾ പോകും. പക്ഷെ എല്ലാവരുടെ കാര്യമല്ല. യഥാർത്ഥത്തിൽ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട്? ഞാൻ ചേർച്ച് പണിയും, പാതാളത്തിന്റെ വാതിലുകൾ അതിനെ ജയിക്കത്തില്ല. ഈ പാതാളത്തിന്റെ വാതിലിന്റെ പ്രത്യേകത, ഓൾഡ് ടെസ്റ്റമെന്റിലെ സകല വിശുദ്ധന്മാരും മരിച്ച് കിടക്കുന്ന സ്ഥലമാണ് പാതാളം. പഴയ നിയമത്തിലെ സകല ഓൾഡ് കമ്മ്യൂണിറ്റി പീപ്പിളും മരിച്ചു കിടക്കുന്ന സ്ഥലമാണ്. അവരുടെ പ്രാണൻ മറയപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് പാതാളം. അപ്പൊ ആ പാതാളത്തിന് നിന്ന് ഇവർക്ക് പുറത്തു വരാൻ കഴിയാത്തതിന് കാരണം ഈ വാതിലാണ്. അപ്പൊ ഞാൻ ചർച്ച പണിയും, എന്റെ ചർച്ച പണിയുമ്പോൾ പാതാളം അതിനെ ജയിക്കത്തില്ലെന്ന് പറഞ്ഞ അർത്ഥം, അയൽവക്കക്കാരന്റെ വീട്ടിലെ അന്യദേവത്തിന്റെ ക്ഷേത്രത്തിൽ നിന്ന് പിശാച് വന്ന് ഇവിടെ ചർച്ചയിൽ തൊടുന്ന കഥയുണ്ട്. കർത്താവ് പറഞ്ഞത്, ഞാൻ ചർച്ചിനെ ബിൽഡപ്പ് ചെയ്യാൻ തുടങ്ങുന്നു, ഞാൻ ദൈവപുത്രൻ അംഗീകരിച്ച, എന്നെ കൺഫസ് ചെയ്ത, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് അംഗീകരിച്ച നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ അങ്ങനെ മാറിയെങ്കിൽ, അതുകൊണ്ട് ഞാൻ സ്ഥാപിക്കാൻ പോകുന്ന ചർച്ചിനെ പാതാളത്തിന്റെ വാതിൽ ജയിക്കത്തില്ലെന്ന് പറഞ്ഞാൽ എന്റെ ചർച്ചിലെ ഒരാള് പോലും പാതാളത്തിൽ കുടുങ്ങി പോകത്തില്ല എന്ന് പറഞ്ഞാൽ മരണത്തിലേക്ക് പോകത്തില്ലെന്ന് എന്റെ വീഡിയോ. അതായത് ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സ് ഓഫ് ദ ചർച്ച് അവരെവിടെ പോകത്തില്ല. They won't see death. They will never go to the Hades. ഹേഡീസിൽ അവർ പോകത്തില്ല, ഷിയോളിൽ അവർ പോകത്തില്ല. പറയാം, എന്റെ ചർച്ചിലെ ഒരു മെമ്പറിനെയും തടഞ്ഞു വെക്കാൻ, അടച്ചു വെക്കാൻ പാതാളങ്ങൾക്ക് പറ്റത്തില്ല. ഭയങ്കര ചലഞ്ചിങ്. ഞാൻ എന്റെ ചർച്ചിനെ പണിയുന്നത് പാതാളം ഉപയോഗിച്ചിരിക്കുന്നത്. അർത്ഥം എന്താ? എന്റെ ചർച്ചിലെ ഓരോ ആളും ഉയർത്തെഴുന്നേറ്റ ആളാണ്. ഉയർത്തെഴുന്നേറ്റ ആളിനെ അടക്കി വെക്കാൻ, അമർത്തി വെക്കാൻ, അടച്ചു വെക്കാൻ ഒരു പാതാളത്തിനും പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. കാരണം അവർ നിത്യജീവങ്കിലേക്ക് വന്നവരാണ്. ഹല്ലേലൂയ. എന്നെ കേട്ടോണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഒത്തിരി ഏറിയാൽ ഇനിയും വിശദീകരിക്കേണ്ടതുണ്ടെങ്കിലും ഞാൻ അങ്ങനെ അങ്ങോട്ടൊന്നും പോകുന്നില്ല. സമയം കിട്ടുമ്പോൾ നമുക്ക് കുറേശ്ശെ പറയാം. ഹെവി ആയിട്ട് പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു കാര്യം മനസ്സിൽ വെച്ചിരിക്കുക, വീണ്ടും ജനം എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ അച്ചാച്ചന്മാരും ബൈബിൾ സ്കൂൾ അധ്യാപകരും ഈ പ്രസംഗിക്കുന്നതല്ല. ഇതിന് മറ്റൊരു മാനമുണ്ട്, ഒരർത്ഥമുണ്ട്. യേശുവിനും അപ്പോസ്തലന്മാർക്കും നിക്കോദീമോസിനും അതറിയാം. നമ്മളിൽ പലർക്കും അത് അറിയാതെ പോകുന്നു. അറിയാനുള്ള അവസരങ്ങളെ നമുക്ക് ഉപയോഗിക്കാം. യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ദൈവം അനുവദിക്കുന്നെങ്കിൽ മറ്റൊരു ഇതുപോലുള്ള ഒരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നമ്മുടെ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വന്നവരാണ്. മരണമല്ലെന്ന് ന്യൂ കവനന്റിലാണ് നമ്മൾ. വി ആർ ലിവിങ് ഇൻ ഇൻഫിനിറ്റി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ എറ്റേണിറ്റിയിൽ ജീവിക്കുന്നവരാണ്. നമ്മുടെ അകത്ത് നിത്യതയുണ്ട്. നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരല്ല, നമ്മൾ നിത്യതയിൽ ജീവിക്കുന്നവരാണ്. കാരണം ക്രൈസ്റ്റ് ഈസ് ഇൻ us, eternal life is in us. So enjoy your life in Christ. May God richly bless you all.